സഹോദരങ്ങളെ, ദൈവം തന്ന 1000 നന്മകളോട് നാം സ്തുതികൾ പറയാറുണ്ട്. എന്നാൽ കഠിനമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ആരുടെ പക്ഷത്ത് നിൽക്കും? ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമോ, അതോ സാത്താന് വഴങ്ങുമോ? നീതിമാൻ എന്തിനു ദുരിതങ്ങൾ സഹിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം തരുമ്പോൾ പഴയ നിയമത്തിലെ യോബിന്റെ ജീവിതം നമുക്ക് മാതൃകയാവുകയാണ്. യോബ് അതിജീവിച്ച പരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ലിവർപൂൾ പ്രയർ ഫെലോഷിപ്പ് അവതരിപ്പിക്കുന്ന ലഘു നാടകം ഒരു നീതിമാന്റെ സ്ഥാനം. ഇന്ന് നമ്മുടെ സഭായോഗത്തിന് വന്നില്ലായിരുന്നെങ്കിൽ എത്ര നഷ്ടമായി പോയത്. പക്ഷെ എനിക്ക് തീരെ മനസ്സിലായിരുന്നു സത്യം പറഞ്ഞാൽ തരാന്. കൊച്ചി എയർപോർട്ടിൽ കാത്തിരിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും പോകേണ്ടത് ആവശ്യമില്ലേ? വണ്ടിയിലിരുന്ന് പ്രാർത്ഥിക്കാമായിരുന്നല്ലോ. അല്ല, ശരിക്കും സത്യം പറഞ്ഞാൽ വന്നത് നന്നായി. നമ്മുടെ ഞാൻ ഓർക്കുന്നത് പാസ്റ്ററിന്റെ മെസ്സേജ് നല്ലതായിരുന്നല്ലേ. ഇന്നത്തെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഇതുപോലെ എന്റെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നു, ഗ്രഹിക്കാൻ പറ്റുന്നില്ലെന്ന്. പക്ഷെ ഇന്നത്തെ മെസ്സേജ് ശരിക്കും പരിശുദ്ധാത്മാവിന്റെ നിറവിലായിരുന്നല്ലേ. എന്താണെന്നറിയാമോ, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിച്ച് ഒരു സമയം ദൈവത്തിന് എഴുന്നേറ്റ് വന്നാൽ നമുക്ക് നമ്മളങ്ങനെ ഇരുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിലൊന്നും അനുഗ്രഹം. അച്ഛന് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. എനിക്ക് വീട്ടിൽ എന്തെല്ലാം കാര്യമുണ്ട്. അച്ഛൻ പ്രാർത്ഥിച്ചതുകൊണ്ട് എനിക്കും അത് അനുഗ്രഹമാണ്. അത് നീ ഇത്രയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതൊക്കെ ഒരു വലിയ അനുഗ്രഹം. അതെ അതെ. അച്ഛാ, കർത്താവിന്റെ വരവിനെ പറ്റി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്കത് കേട്ടപ്പോൾ ഞാൻ ഓർക്കെന്നെ വെച്ചാൽ നമ്മളിങ്ങനെ ജീവിച്ച സ്വർഗത്തിൽ പോകുമോ? പേടിപ്പിക്കാതെ നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ ജീവിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ട്, ദൈവനാമത്തിന് വേണ്ടി നമ്മൾ സമയവും സമയവും ചെലവഴിക്കുന്നുണ്ട്. അച്ഛൻ തുടങ്ങി നിർത്തത്തില്ല. ചെറുക്കിന് ഇപ്പൊ വരും പോകാം. എങ്ങനെ പോകുന്നു നമ്മള്? ടാക്സിക്ക് പറഞ്ഞില്ലായിരുന്നു, അതും പറഞ്ഞോ? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളൊന്ന് പറയുമായിരുന്നു, ഇന്ന് പാസ്റ്ററിന്റെ മെസ്സേജ് നല്ല അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ്. സാധാരണ പാസ്റ്ററിന്റെ മെസ്സേജ് ഇത്രയും അങ്ങോട്ട് ശോഭിക്കത്തില്ല. ഇന്ന് നല്ല മെസ്സേജ് ആണ്. ഓരോ ദിവസത്തേക്ക് പിന്നെ മോനിന്നല്ലേ വരുന്നത്? ഞാൻ പ്രാർത്ഥിച്ചൊരു വിഷയമായിരുന്നു. അവനിപ്പോ ഓൾറെഡി എയർപോർട്ടിൽ വന്നിരിക്കുക. എങ്ങനെ പോകുന്ന എയർപോർട്ടിലേക്ക്? ഞങ്ങളൊരു ടാക്സി വല്ലതും വിളിച്ചങ്ങ് പോകാൻ തരുന്നത്. ശരി, നിങ്ങൾ എയർപോർട്ടിലേക്ക് ചെല്ലേ. വൈകിട്ട് നിങ്ങൾ വീട്ടിൽ കാണില്ലേ? ഞങ്ങൾ വൈകുന്നേരം വീട്ടിൽ കാണാം. നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? ഏകദേശം എത്ര സമയം എടുക്കും? മോൻ വന്നിട്ട് അവനുള്ള ആഹാരം കൊടുത്തിട്ട് ഞാൻ വിളിച്ചിട്ട് ഒരു കാര്യം പാസ്റ്റർ നമ്പറോട്ട് വിളിച്ചായിരുന്നു, ഒന്നൊന്ന് വന്നാൽ കുടുംബമായിട്ട് നോക്കണം. ഒരു ദിവസം എത്ര കാലം മോനെ ഒന്ന് കണ്ടിട്ട് കുറെ ആയിട്ട് കൊണ്ടുവരണേ. നീ ആരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്? തോമസിന്റെ ദൈവഭക്തിയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. അതെ, അവൻ എന്റെ ദാസനാണ്. അവൻ ദൈവഭയമുള്ളവനും സത്യസന്ധനുമാണ്. തോമസ് ദൈവത്തെ ഭയക്കുന്നത് വെറുതെയാണ്. അങ്ങ് അവന്റെ കുടുംബത്തിനും സമ്പത്തിനും സുരക്ഷിതത്വം നൽകി. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ തള്ളി പറയുന്നത് കാണാം. എങ്കിൽ അവനുള്ള സമ്പത്തിന്മേൽ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം
ഉപദ്രവിക്കരുത്. തോമാച്ചന്റെ ജീവിതത്തിൽ തീർച്ചയായും സാമ്പത്തിക നഷ്ടങ്ങളിൽ അയാൾ നിരാശനായിരുന്നു. വിദേശത്തായിരുന്ന മകനും പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു. ഇത്രയും നാൾ താൻ മുറുകെ പിടിച്ചിരുന്ന വിശ്വാസത്തിൽ വിള്ളൽ വീഴുന്നു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം തോമസിന്റെ ഭവനം. മനുഷ്യൻ എന്ത് ചെയ്യണം? സമയം എത്രയായി? ഇന്ന് ആരാധനയ്ക്ക് പോലുള്ള ഈ മനുഷ്യൻ എത്തി എഴുന്നേറ്റില്ലേ? അച്ഛാ 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 എഴുന്നേറ്റില്ലേ? അച്ഛാ ഒന്ന് എഴുന്നേൽക്കേ. മനുഷ്യന് രാവിലെ ഉറങ്ങാൻ സംഭവിക്കില്ല. ഞായറാഴ്ച നേരം ഇവിടെ ഉറങ്ങാനുള്ള സമയമാണോ? എന്നെ അച്ഛൻ നിങ്ങൾ ഈ പറയുന്നത് തന്നെ? കാര്യം 3-4 ഞായറാഴ്ചയായിട്ട് ആരാധനയ്ക്ക് പോയോ? ഞാൻ പോയില്ല ചേച്ചി, നിനക്ക് അറിയാമല്ലോ എന്താ പോകാത്തെന്നൊക്കെ. എന്ത് പോവാത്തത്? നീ എന്റെ വായിന്ന് ഇനിയിപ്പോ എന്ന് ഞായറാഴ്ച നീ എന്നെ ഇവിടെ പറയിപ്പില്ല. എന്റെ ദൈവമേ, ആദ്യത്തെ ഞായറാഴ്ച വരാതിരുന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു, ചോദിച്ചവരോടെല്ലാം പറഞ്ഞു വയറുവേദനയാണ്. രണ്ടാമത്തെ ഞായറാഴ്ച ഞാൻ പറഞ്ഞു വരാൻ പറ്റില്ല, എഴുന്നേറ്റപ്പോ ഇന്നിന് ഞാൻ എന്തും പറയുന്നേ? എന്റെ ദൈവം, അതിൽ തന്നെ മനുഷ്യന് വേണ്ടാത്തതെല്ലാം പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. കുഞ്ഞ് ജയിലിലാന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൂടെ നിങ്ങളോട് ഇവിടെ ഇരുന്ന ഇനി നമ്മൾ തമ്മിൽ ഇവിടെ അടിയാന്ന് പറയും. എന്തുകൊണ്ട് ഈ മനുഷ്യന്റെ എന്തെങ്കിലും പറഞ്ഞു പോയിച്ചു എന്റെ ഇപ്പൊ അച്ഛൻ പ്രാർത്ഥിച്ചാലല്ലേ ഇതിനൊക്കെ ഒരു വിടുതലുള്ളൂ. ശരിയല്ലേ? നീ എന്ന് ആലോചിച്ച് നോക്ക്. നമ്മളെ എന്നൊരു കുടുംബജീവൻ തുടങ്ങി അന്ന് തൊട്ട് എന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എല്ലാവരെയും സഹായിച്ച് എല്ലാ നിലയിലെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിച്ചു. എന്നിട്ട് ഇന്ന് നമുക്ക് ഗതി വന്നില്ലേ? നമുക്കറിയത്തില്ലേ എത്ര കാലം കൊണ്ട് ഉണ്ടാക്കിയ സമ്പത്ത് മുഴുവനാണ് നഷ്ടമായി പോയത്. അത് പറയുമ്പോ കുറച്ചൊക്കെ നിങ്ങളുടെ കയ്യിലെ പിടിക്കുകയും കൂടെ കൊണ്ടാ ദാനധർമ്മം എന്ന് പറഞ്ഞ് വേണ്ടെടുത്തോ എല്ലാം ഒന്ന് കൊടുക്കും. കർത്താവിന്റെ വചനം പറയുന്നത് ഇല്ലാത്തവന് കൊടുക്കാനേ. അതൊക്കെ ഒരു ബുദ്ധിപൂർവ്വം ചെയ്യണം. അതിനൊന്നും ഇപ്പൊ ആരെയും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. പിന്നെ ഞാൻ ഉണ്ടാക്കിയെന്ന് ഒന്നെങ്കിൽ കിട്ടിയാൽ മുഴുവൻ കൊടുത്തതുകൊണ്ട് കിട്ടിയത്. ആരാധനയ്ക്ക് പോകാനിരുന്ന നീ ഒരു മോനുണ്ടെന്റെ കാര്യം ചിന്തിച്ചു നോക്കി. അത് നമുക്ക് പോയി പ്രാർത്ഥിക്കാം. ചെയ്യാത്ത ടൈപ്പ് ഞാൻ തന്നെ നാട്ടിൽ ജയിലിൽ കഴിയും. എന്നിട്ട് ഞാനൊരു പെറ്റുതന്നെയില്ല, എനിക്കില്ല ദണ്ണം. ഒന്ന് ശരിയാണ്, നീ ഇന്നങ്ങ് പോയി പ്രാർത്ഥിച്ചു പോവാൻ. ഞാൻ അടുത്ത ആഴ്ച വരാം. എല്ലാത്ത കാര്യം തന്നെ എനിക്ക് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഈ മനുഷ്യനെ കൊണ്ട് ഒരു സമാധാനവും ഇല്ല. ഒരു കൊച്ചുള്ളതാണ് ജയിലില്. ഒരു മനുഷ്യനോട് ആ കഴിഞ്ഞ ആഴ്ച ഓമന എന്നെ കണ്ടപ്പോൾ കുത്തിയുള്ള ഒരു ചോദ്യം കേൾക്കണം. ഞാനോട് ചെല്ലാതെ അവരെന്താ പറയും? പറയട്ടെ, നീ പോകണ്ട കഴിഞ്ഞില്ലേ? ഒരു സമാധാനവും ഇല്ല. അതാണ്ട് വരികയും ചെയ്യുന്നു. നേരത്തെ കയറി വന്നു. നിങ്ങൾ എന്താന്ന് വെച്ച സാർ തോമച്ചനെ കണ്ടിട്ട് കുറച്ച് കാലങ്ങളായല്ലോ. ശരിയാ എനിക്കറിയാം. കുറച്ചു നാളായി ഞാൻ സഭയിലൊക്കെ വന്നിട്ട് ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും ഭാരങ്ങളും വേദനകളും ഒക്കെ പാസ്റ്റർ നന്നായിട്ട് അറിയാവുന്ന കാര്യമല്ലേ? കുടിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ട പാസ്റ്റർ? ചർച്ചിലോട്ട് പോയോ? ദേശീയ ഗവൺമെന്റ് ഞായറാഴ്ച ചോദിച്ചപ്പോൾ ഒരു പ്രാവശ്യം സുഖമില്ലാന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച മറ്റു അസുഖമാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് അസുഖത്തിന്റെ ആണോ എന്നൊരു സംശയം തോന്നുന്നു. ഞാൻ തോമസ് നേരിട്ട് കാണാൻ കാര്യം പറയാമല്ലോ. ഞാൻ എന്റെ ജീവിതകാലത്തിൽ ഇത്രയും നാൾ ജീവിച്ചത് മുഴുവൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ കഷ്ടത വരാൻ മാത്രം എന്തോ തെറ്റ് ചെയ്തു? ഞാൻ ഇവിടെ എന്ത് കാര്യത്തെ ലോപിച്ചിട്ടുണ്ട്? എന്തെങ്കിലും തെറ്റ് ചെയ്തു? തോമസിനെ അറിയാഞ്ഞിട്ടല്ല. തോമസ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത് കഷ്ടതയുടെയും കൂടെ ഒരു ജീവിതമാണ്. നമ്മൾ നോർത്ത് നോക്കിയൊക്കെ കഷ്ടതയില്ലാതെ ഒരു ക്രൂസ് ഇല്ലാതെ ഒരു വിജയമില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. അതൊക്കെ പറയാൻ എളുപ്പമോ? നമ്മൾ ബൈബിളിലേക്ക് തിരിഞ്ഞു നോക്കി, ദാവീദിന്റെ ജീവിതം എടുത്ത് നോക്കി, ജോസഫിന്റെ ജീവിതം എടുത്ത് നോക്കി, ഇവർ കടന്നുപോയ കഷ്ടം നമ്മൾ ഓർത്ത് നോക്കി.
ഇവരെല്ലാം ദൈവം വിടുവിച്ചില്ലേ? പാസ്റ്റർ ഈ കഷ്ടം അനുഭവിക്കുന്നില്ല, പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നമുക്ക് എളുപ്പമാണ്. അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. കഷ്ടത കൂടുതൽ അതിനനുസരിച്ച് അതിന്റെ വിടുതലിന്റെയും ശക്തി കൂടുതൽ നിശ്ചയമായിട്ട്. ഒരിക്കലും ഒരു ക്രിസ്ത്യൻ ജീവിതം ഒരിക്കലും പരാജയത്തിന്റെ ജീവിതമല്ല. ദൈവത്തെ വിളിച്ചിട്ട് ആരും നശിച്ചു പോയിട്ടില്ല. ആരും നശിച്ചു പോയിട്ട് ഓർക്കുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും വിചാരിക്കരുത്. നിശ്ചയമായിട്ട് വിഷയത്തിന് നമ്മുടെ വിഷയം ദൈവത്തിന്റെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇന്നല്ലെങ്കിൽ നാളെ വിഷയത്തിന് പൂർണ്ണമായ വിധത്തിൽ ഞങ്ങൾ സഭയായിട്ട് വിഷയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമാണ് നമ്മുടെ ദൈവം. നിശ്ചയമായിട്ട് അവകാശ ഈ വരെ തന്നെ വിടുതലുണ്ടാകും. തീർച്ചയായും നമ്മൾ തിരിഞ്ഞു നോക്കി പഴയ ജീവിതത്തിലേക്ക് ഒന്ന് ഓർത്ത് നോക്കിക്കും. നമ്മുടെ മക്കളെല്ലാവരും അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചുപോയോ? എല്ലാവരും പോയി കഴിഞ്ഞു. അങ്ങ് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ വിളിച്ചു വരുത്തി ശുദ്ധീകരിക്കുന്നത്? വിരുന്ന് സൽക്കാരങ്ങളിലും ആഘോഷങ്ങളിലും മതിമറന്ന് നമ്മുടെ മക്കൾ പാപം ചെയ്ത് ദൈവത്തിന്റെ അപ്രീതിക്ക് പാത്രമായിട്ടുണ്ടാകാം. അതിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ മക്കൾ ദാനധർമ്മങ്ങളിലും ബലിയർപ്പണത്തിലും ഒരു കുറവും വരുത്താറില്ലല്ലോ. വളരെ നല്ലത്. നമ്മൾ സന്തോഷിക്കുന്നതോടൊപ്പം സർവചരാചരങ്ങളെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഞാൻ ഇക്കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. ശരി തന്നെ. പ്രിയേ, വരൂ, നമുക്ക് കൃഷിത്തോട്ടത്തിലേക്കൊന്ന് പോയി വരാം. നീതിമാനായ ജോബ് അവന്റെ ഒരു വിശ്വാസം കണ്ടില്ല. എത്ര ശ്രമിച്ചിട്ടും അവനെ തിന്മയിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ലല്ലോ. സാത്താൻ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിലൊക്കെ ചുറ്റി സഞ്ചരിച്ചു വരികയായിരുന്നു. എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അവനെ പോലെ നീതിമാനായ മനുഷ്യൻ ഭൂമുഖത്ത് ആരെങ്കിലും ഉണ്ടോ? ജോബ് ദൈവത്തെ ഭയപ്പെടുന്നത് വെറുതെയാണോ? അങ്ങ് അവനും അവന്റെ സമ്പത്തിനും സുരക്ഷിതത്വം നൽകി. അവന്റെ സമ്പത്തിന്മേൽ കൈവച്ചാൽ അവൻ അങ്ങേ ദുഷിച്ചത് കാണാം. എങ്കിൽ അവനുള്ള സർവ്വതിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. ഇന്ന് നമ്മുടെ ഏത് പുത്രന്റെ ഭവനത്തിലാണ് വിരുന്ന് സൽക്കാരം? മൂത്ത പുത്രന്റെ ഭവനത്തിലാണ്. എല്ലാവരും അങ്ങോട്ട് പോയോ? നമ്മുടെ പുത്രന്മാരും പുത്രിമാരും അവരുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞു. നമുക്കും അങ്ങോട്ട് പോകാം. യജമാനനെ, ഞങ്ങൾ കാളുകളെയും കഴുതുകളെയും വിലക്കിയായിരുന്നു. ശത്രുക്കൾ വന്ന് വേലക്കാരെ വാളിനിരയാക്കി അവയെല്ലാം അപകരിച്ചു കൊണ്ടുപോയി. ഞാൻ മാത്രം അവശേഷിച്ചു. യജമാനനെ, ദൈവത്തിന്റെ അഗ്നി ആകാശം നിറങ്ങി ആടുകളെയും ദാസന്മാരെയും ദഹിപ്പിച്ചു കളഞ്ഞു. ഞാൻ മാത്രം അവശേഷിച്ചു. കൽദായക്കാർ 3 കൂട്ടമായി വന്ന് നമ്മളുടെ വേലക്കാരെ കൊന്നിട്ട് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോയി. ഇതറിയിക്കാൻ ഞാൻ മാത്രം അവശേഷിച്ചു. എല്ലാം നശിച്ചു. എല്ലാം നശിച്ചു. ഇനി എന്താണ് നിനക്ക് പറയാനുള്ളത്? നിന്റെ പുത്രന്മാരും പുത്രിമാരും സൽക്കാരത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. പെട്ടെന്ന്
മരുഭൂമിയിൽ നിന്ന് വീശിയ കൊടുങ്കാറ്റടിച്ച് വീട് തകർന്ന് അവർ മരിച്ചുപോയി. ഈ വാർത്ത പറയാൻ ഞാൻ മാത്രം അവശേഷിച്ചു. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു. നഗ്നനായി തന്നെ ഞാൻ പിൻവന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. സാത്താൻ എന്റെ ദാസനായ ജോബിനെ നീ ശ്രദ്ധിച്ചോ? അകാരണമായി അവനെ നശിപ്പിക്കാൻ ഞാൻ നിനക്ക് സമ്മതം നൽകിയെങ്കിലും അവന്റെ വിശ്വസ്തത അചഞ്ചലമായി നിൽക്കുന്നു. ഞാൻ ശ്രദ്ധിച്ചു. ചർമ്മത്തിന് പകരം ചർമ്മം, ജീവനുകളിൽ കണിക്കുള്ളതെല്ലാം മനുഷ്യൻ ഉപേക്ഷിക്കും. അന്ന് അവന്റെ അസ്ഥിയിലും മാംസത്തിലും കൈവയ്ക്കുക. അപ്പോൾ അവൻ അങ്ങേ ദുഷിക്കും. ഇതാ അവനെ നിനക്ക് വിട്ടുതരുന്നു. അവന്റെ ജീവനിൽ മാത്രം കൈവയ്ക്കരുത്. രോഗിയും ദരിദ്രനുമായി തീർന്ന എന്നെ നാഥ, നിന്റെ തൃക്കരങ്ങൾ നീട്ടി സൗഖ്യപ്പെടുത്തണമേ. ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ? ദൈവത്തെ ശപിച്ച് മരിക്കുക. ഭോഷത്വം പറയുന്നുവോ? ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം ദുരിതങ്ങൾ സ്വീകരിക്കാൻ മടിക്കുകയോ? സർവവും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം നമ്മെ രക്ഷിക്കും. എനിക്കുറച്ച വിശ്വാസമുണ്ട്. ആരൊക്കെയോ വരുന്നുണ്ടല്ലോ. ജോബിന് സംഭവിച്ച ദുരിതങ്ങൾ അറിഞ്ഞ് അവനെ കാണാനായി എത്തിയതാണ്. ഞാൻ എലിഫാസ്. ഞാൻ ബിൽദാദ്. ഞാൻ സോഫ. എവിടെ ജോബ്? അവനെ വിളിക്കുക. ഈ നിൽക്കുന്ന ഞാൻ തന്നെയാണ് നിങ്ങളുടെ സ്നേഹിതൻ ജോബ്. ദൈവമേ, നിനക്ക് എന്ത് സംഭവിച്ചു ജോബ്? ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ. ജനിച്ച ഉടനെ ഞാൻ മരിക്കാൻ ചെന്നെത്തി. ഞാൻ അസ്വസ്ഥനാണ്. എനിക്ക് ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. നീ അനേകരെ ഉപദേശിച്ചിട്ടുണ്ട്, ദുർബലകാര്യങ്ങളെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിനക്കിത് സംഭവിച്ചപ്പോൾ നിന്റെ ക്ഷമ കെട്ടുപോയോ? ദൈവദൃഷ്ടിയിൽ അവിടുത്തെ ദാസർ പോലും കുറ്റമറ്റവരല്ല. കർത്താവ് എനിക്ക് തന്ന കഷ്ടതകൾ എത്ര ഭീകരമാണ്. അതിനാൽ എന്റെ വാക്കുകൾ വിവേകശൂന്യമായി പോയി. ദൈവം എന്നെ മരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു തരിക. ആത്മാർത്ഥമായ വാക്കുകൾ സ്വീകാര്യമാണ്. സർവശക്തൻ അനീതി പ്രവർത്തിക്കുമോ? നിന്റെ മക്കൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തിരിക്കാം. തക്ക ശിക്ഷ ലഭിച്ചെന്ന് കരുതിയാൽ മതി. നീ നീതിമാനെങ്കിൽ അവിടുത്തോട് അപേക്ഷിക്കുക. നിശ്ചയമായും ദൈവം നിന്നെ രക്ഷിക്കും. അത് ശരി തന്നെ. ദൈവത്തിന് മുമ്പിൽ ഒരുവന് എങ്ങനെ നീതിമാനാവുവാൻ കഴിയും? ജ്ഞാനിയും ബലിഷ്ഠനുമായ അവിടത്തോട് ന്യായവാദം ചെയ്യാൻ ആർക്ക് കഴിയും? ഏറെ പറഞ്ഞാൽ ന്യായീകരണമാകുമോ? നിന്റെ അകൃത്യങ്ങൾക്ക് തക്ക ശിക്ഷ ലഭിച്ചിട്ടില്ലെന്ന് കരുതിയാൽ മതി. ഇതെല്ലാം നിങ്ങളുടെ പാപത്തിന്റെ ഫലങ്ങൾ തന്നെ. നിങ്ങളുടേത് ജനസ്വരമാണ്. വിജ്ഞാനവും ശക്തിയും ദൈവത്തോടു കൂടിയാണ്. എത്ര നാൾ കുത്തുവാക്കുകൾ കൊണ്ട് എന്നെ പീഡിപ്പിക്കും? നീതിമാനായ ദൈവം എന്റെ അപേക്ഷ കേൾക്കാതിരിക്കില്ല. എന്റെ ചർമ്മം അഴുകിപ്പോയാലും മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. ഞാൻ അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം ഇനിയും കഷ്ടതകൾ തന്നുകൊള്ളട്ടെ. ജോബ്, അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്നവർ ആരാണ്? എന്റെ വിധി അനീതി വരുമെന്ന് നീ പറയുമോ? നിന്നെ തന്നെ നീതീകരിക്കാൻ എന്നെ നീ കുറ്റക്കാരനാക്കുമോ? അങ്ങയുടെ മുമ്പിൽ നിസ്സാരനായ ഞാൻ എന്തുത്തരം നൽകാനാണ്? അങ്ങയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു. പൊടിയിലും ചാരത്തിലും കിടന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു.
എലീഫാസ്, എന്റെ ക്രോധം നിനക്കും നിന്റെ സ്നേഹിതർക്കുമെതിരെ ജ്വലിക്കുന്നു. എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കും. അവന്റെ പ്രാർത്ഥന സ്വീകരിച്ച് നിങ്ങളെ ഞാൻ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കും. ജോബ്, നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം 10 മടങ്ങായി വർദ്ധിപ്പിച്ച് തിരികെ തരും. നിനക്ക് പുത്രന്മാരും പുത്രിമാരും ഉണ്ടാകും. സർവ്വ ഐശ്വര്യങ്ങളോടെ ദീർഘകാലം ജീവിക്കും. യോബ് പശ്ചാത്തലിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി, അവന് സമൃദ്ധി നൽകി. നഷ്ടപ്പെട്ടതൊക്കെ ദൈവം തിരിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടങ്ങളൊക്കെ അവൻ നമ്മെ പണിയെടുക്കുവാനായിട്ടാണ്. നീ എടുത്ത് കട്ടാക്കുന്നുണ്ട്. സന്തോഷമായ അനുഭവത്തിലാണ് ഞാനിവിടെ കടന്നു ദൈവം നമുക്ക് ഇടയാക്കിയത്. തമാശ ഡേസി, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം നിശ്ചയമായിട്ട് മറുപടി നൽകി. നമ്മുടെ സന്തോഷത്തിനും ദുഃഖത്തിനും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇപ്പം നമ്മുടെ ജീവിതത്തിലുള്ള കഷ്ടങ്ങളൊന്നും നമ്മളെ കാത്തു കളയാനല്ല, പിന്നെയോ നമ്മളെ പണിതെടുത്ത് ദൈവം നമ്മളെ കൊണ്ടുപോകാൻ തരുവാനാണ്.